الحمد لله وكفى وسلام على من استغفر. الحمد لله وحده ونصر عبده وهزم الأحزاب وحده. وأشهد أن سيدنا محمدا صلى الله عليه وسلم الذي بلغت الرسالة وأديت الأمانة ونصح الأمة وكشف الغمة وجاهد في سبيل الله حق جهاده. فقد قال تعالى في كلامه القديم: أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. قال النبي صلى الله عليه وسلم: أفضل العباد أطعم الطعام ويسلم السلام على من عرفت ومن لم تعرف، أو كما قال عليه السلام. اللهم صل وسلم وبارك وتحنن على حبيبك سيدنا محمد صلى الله عليه وسلم الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحابه حق قدره العظيم ومقداره العظيم وعلى آله وصحبه وسلم وبارك أجمعين. പരിശുദ്ധനായ റബ്ബ് തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച മുഴുവൻ വീഴ്ചകളും സമസ്തമായ അപരാധങ്ങളും അല്ലാഹുവിന്റെ മഹദ് ഫളലുകൊണ്ടും ഔദാര്യകൊണ്ടും അവൻ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പാപമുക്തമായ പരിശുദ്ധമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല അവന്റെ മഹത്തായ കരുണ കൊണ്ട് നമുക്കൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഏറ്റവും സമുന്നതമായ ഒരു ദിനത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടി. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ദഹറിലെ വളരെ ശ്രദ്ധേയമായ ഒരായത്താണ് നാം പ്രാരംഭത്തിൽ പാരായണം ചെയ്തത്. വയത്അമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. വിശുദ്ധരായ ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് ഈ ആയത്ത് ആചാരമാവുന്നത്. പ്രയാസത്തിന്റെ പരാന്നകോടിയിലും പ്രയാസത്തിന്റെ തീക്ഷണമായ അനുഭവങ്ങളുടെ ചൂളയിലും മനുഷ്യരെ മറക്കാതിരിക്കുക എന്നതാണ് അതിന്റെ ഇതിവൃദ്ധമായ പ്രമേയം. മനുഷ്യരോട് സഹാനുഭൂതിയോടെ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക, പ്രയാസമുള്ളവർക്ക് സഹായകമാവുക, കൈത്താങ്ങാവുക, അവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുക എന്നതാണ് അതിന്റെ പ്രമേയം. പരിശുദ്ധനായ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത കാലഘട്ടത്തിലാണ് ഈ സംഭവം ഇതിവൃദ്ധമായി നടക്കുന്നത്. സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു ആ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ നാലാമത്തെ ഖലീഫയായി അറിയപ്പെടുന്നവർ, തിരുദൂതരുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തവർ, എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധിയുടെയും ആഠ്യത്തിന്റെയും പെരുമയിൽ ജീവിക്കുന്നവർ. ഈ സന്ദർഭത്തിലും വലിയ പ്രയാസം ആ വീട്ടിനുള്ളിൽ നിലനിന്നിരുന്നു എന്ന് കാണാം. ഒരു ജൂതന്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങി ഭക്ഷ്യവസ്തുവായ ഗോതമ്പ് വീട്ടിലേക്ക് കൊണ്ടുവരികയും അത് ശരിയായ വണ്ണം പാകം ചെയ്യാൻ വേണ്ടി സയ്യിദുനാ ഫാത്തിമത്ത് സഹ്റാ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ആ നാട്ടിൽ അറിയപ്പെട്ട വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരുന്നത്.
ആ ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി അത് നൽകാൻ തന്റെ വീട്ടിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് കടമായി വാങ്ങിക്കൊണ്ടുവന്ന ആ ജൂതന്റെ പക്കൽ നിന്ന് വാങ്ങിയ ആ ഗോതമ്പിന്റെ മാവ് അത് സ്വന്തമായി റൊട്ടിയാക്കുന്ന സന്ദർഭത്തിൽ കടന്നു വന്ന 3 പേർ 3 ദിവസങ്ങളിലായി സയ്യിദുനാ അലി തങ്ങൾക്ക് നോമ്പായിരുന്ന 3 ദിവസങ്ങളിലും ഒന്നാമത്തെ ദിവസം കടന്നു വരുന്നത് ഒരു ദരിദ്രനായ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യന് വേണ്ടി മഹാനായ സയ്യിദുനാ അലി തങ്ങൾ കൊണ്ടുവന്ന ആ ഗോതമ്പിൽ നിന്നുണ്ടാക്കിയ മാവ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നൽകുകയാണ്. രണ്ടാമത്തെ ദിവസവും നോമ്പനുഷ്ഠിച്ചു. രണ്ടാമത്തെ ദിവസം സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന അവസ്ഥയിൽ ആ നാട്ടിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു മനുഷ്യനും ആ വീടിന്റെ പാടിവാതിൽക്കൽ എത്തുകയും സയ്യിദുനാ അലി തങ്ങളോട് ചോദിക്കുന്നു, അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലു ബൈത്ത് എന്ന അനുഗ്രഹീത കുടുംബമേ, പ്രയാസം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം നൽകുന്നവരെ, തീർച്ചയായും ഞങ്ങളുടെ ഈ പ്രയാസത്തിൽ സഹായിക്കണമെന്ന് പറയുമ്പോൾ മഹാനായ സയ്യിദുനാ അലി തങ്ങൾ അന്നത്തെ നോമ്പ് പച്ചവെള്ളം കൊണ്ട് കുളിക്കുകയും ആ ഭക്ഷ്യധാന്യം ആ വന്ന പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രനും രണ്ടാമത്തെ ദിവസം വന്ന അസീറായ ജയിൽ മോചിതനായ സാധുവായ മനുഷ്യനും പ്രതിസന്ധിയിൽ തകർന്ന തരിപ്പണമായി മാനസികമായ ക്ലേശം അനുഭവിക്കുന്ന മനുഷ്യർക്കും 3 ദിവസവും നോമ്പ് മുറിക്കാൻ പച്ചവെള്ളം മാത്രം ഉപയോഗിക്കുകയും ഭക്ഷ്യധാന്യം കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ നൽകുകയും അന്നത്തെ ദിവസവും പട്ടിണിയോടുകൂടി അടുത്ത പ്രഭാതത്തിൽ നോമ്പിന് വേണ്ടി തയ്യാറായതിനെ കുറിച്ചാണ്. ഒരു പ്രശംസയെ പ്രതീക്ഷിക്കാതെ റബ്ബിൽ നിന്നുള്ള വജഹിന്റെ മാത്രം പ്രതീക്ഷയെ മുൻനിർത്തി റബ്ബിന് വേണ്ടി അവന്റെ ഗുണത്തിന് വേണ്ടി ചെയ്ത സംഭവത്തെ വാനലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ആ ചർച്ചയുടെ പ്രതിഫലനമായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ സയ്യിദുനാ ജിബ്രീൽ ഓതി കൊടുക്കുന്നു. വയുത്ഇഊന തുആമ അലാ ഹുബ്ബിഹി, ഏറെ പ്രിയപ്പെട്ട ഭക്ഷ്യധാന്യം ശരിയാക്കിയതിനു ശേഷം അത് പാവങ്ങൾക്ക് കൊടുക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന് മാനസികമായി ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുകയും പ്രയാസം കൊണ്ട് വിശപ്പിന്റെ ഭക്ഷ്യം ലഭിക്കാത്ത സന്ദർഭത്തിൽ പോലും പാവങ്ങൾക്ക് വേണ്ടി അത് നൽകാൻ കാണിച്ച വിശാലമായ മനസ്സിനെ ഖുർആൻ അഭിനന്ദിച്ചുകൊണ്ടിറങ്ങി. ويجعلون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله. പേരിനോ പ്രശംസക്കോ അല്ലെങ്കിൽ മറ്റു തര കാര്യങ്ങൾക്കോ ലക്ഷ്യമോ ലാക്കോ ആക്കാതെ അലാ ഹബ്ബിഹി, റബ്ബിന്റെ ഇളക്ക് വേണ്ടി ആ ചെയ്ത പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ സംയുക്തമായി അല്ലാഹുവിന്റെ ഖുർആൻ വല്ലാതെ പുകഴ്ത്തി. അതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി അറിയിക്കുകയാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ അലി. അത്രയും ക്വാളിറ്റിയും അത്രയും ഉയർന്ന മനോഭാവവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അനുഗ്രഹീത സഹാബത്തിൽ ഉണ്ടായിരുന്നു. സ്വന്തമായി പ്രയാസമുള്ളപ്പോൾ, സ്വന്തമായി ഭക്ഷണം ലഭ്യമല്ലാത്തപ്പോൾ, സ്വന്തമായി മദീനത്തെ പള്ളിയിലേക്ക് കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന വിദൂരദേശത്ത് നിന്ന് യാത്രക്കാരായി വന്ന മനുഷ്യർ അവര് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് വിശപ്പാണ്, പ്രയാസമാണ്, ഞങ്ങളെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പള്ളിയുടെ മൂലയിലുണ്ടായിരുന്ന ആ സാധുക്കളായ പാവങ്ങളായ മനുഷ്യരെ റസൂലുള്ളാഹി തങ്ങൾ 11 ഭാര്യമാരുടെ ഭവനങ്ങളിലേക്ക് ആളെ അയച്ചിട്ട് ചോദിച്ചു, ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണത്തിനൊന്നുമില്ല എന്നറിയിക്കപ്പെടുമ്പോ അവിടുന്ന് സഹാബത്തിനോട് പറയുന്നുണ്ട്, ആരാണ് ഇവരെ ഏറ്റെടുക്കുക? ഒരു സഹാബി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി അവർ ചോദിച്ചു, ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭക്ഷണത്തിന് വീട്ടിൽ ഒരു അൻസാരിയായ സഹാബി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് വേണ്ടി കരുതി വെച്ച കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ മാത്രമുണ്ട്.
അതെങ്ങനെയാ കൊടുക്കുക? ആ മക്കളെ ഉറക്കി കിടത്തുകയും ആ വിളക്കണയ്ക്കുകയും അതിഥികൾക്ക് വേണ്ടി അത് നൽകാൻ സന്നദ്ധമാകുന്ന കുടുംബം നവകാലീന ഇന്ത്യയിലും അതിന്റെ പശ്ചാത്തലങ്ങൾ കേരളത്തിലും അഭിനസിക്കുന്ന ഇക്കാലത്ത് ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകൾ എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിമിന്റെ ക്വാണ്ടിറ്റിയും അവന്റെ ക്വാളിറ്റിയും എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ക്വാളിറ്റി ഞങ്ങളുടെ സഹാബത്തിലേക്ക് മടങ്ങാൻ. സമകാലീന ഇന്ത്യയിൽ ഒരു മുസ്ലിം ഏറ്റവും ഉന്നത ശീർഷകത്തിലേക്ക് വന്നാൽ അത് പ്രശ്നമാകും എന്ന് പറയുന്നിടത്ത് നിന്നാണ് ഈ ചരിത്രമടക്കം നമ്മളോട് സംസാരിക്കുന്നത്. ലോകത്ത് ചരിത്ര രംഗത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദിയെന്നും വർഗീയവാദിയെന്നും വംശീയവാദിയെന്നും മുദ്രകുത്തപ്പെട്ട മൗലാന ഔറംഗസേബ് എന്നറിയപ്പെടുന്ന സ്വന്തമായി ഖുർആൻ പകർത്തി എഴുതിയും സ്വന്തമായി തൊപ്പി തൂങ്ങിയ സമ്പാദ്യം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു രൂപ പോലും വരുമാനമായി സ്വീകരിക്കാതെ ഇന്ത്യയെ ഭരിച്ച മുഗളന്മാർ ചരിത്രം എത്ര വസ്തുതാപരമായാണ് നമ്മോട് സംസാരിക്കുന്നത്. ഔറംഗസേബ് അലൈഹി റഹ്മ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ GDP-യുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വർധനവിനെ പഠിക്കണം. ചരിത്രത്തിൽ നിന്ന് 27% വർധനമുണ്ടായിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം. $100 ട്രില്യൺ അടക്കം സാമ്പത്തിക വിസ്തീർണതയും സ്വതന്ത്രമായ ലോക വ്യാപാര രംഗത്തെ കരുത്താർജിച്ച ശക്തിയാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് എഴുതിയത് സാധാരണ ഒരു എഴുത്തുകാരല്ല. ഹാർവാർഡ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിൽ വിദേശ പഠനങ്ങളിൽ സമുന്നത ശീർഷകത്തിലുണ്ടായിരുന്ന പല ചരിത്രകാരന്മാരായ അമേരിക്കൻ എഴുത്തുകാരാണ് എഴുതിയത് ഇന്ത്യ ലോക വ്യാപാര രംഗങ്ങളിൽ സമുന്നതമായ ശക്തിയായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം മുഗൾ ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ച കാലഘട്ടമാണ്. അക്ബർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ ഭരിച്ച മുഗളന്മാരിൽ പ്രമുഖരാണ് അക്ബർ. അക്ബർ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഭരണം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം 29%-ത്തിലേക്ക് ആളോഹരി വരുമാനത്തിന്റെ GDP-യുടെ ആഭ്യന്തര ഉൽപാദനം ഉയർന്നുവെങ്കിൽ അത് മൂല്യമുള്ള ഭരണമായിരുന്നു. ഇനിയും ആ മൂല്യമുള്ള ഭരണം ഇന്ത്യക്ക് ഏറ്റവും അലോസരമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്നത്തെ ആഭ്യന്തര ഉൽപാദനം അപ്ഡേറ്റ് ആയി നമുക്ക് ലഭിക്കുന്ന കാലത്ത്, വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാലത്താണ് മുസ്ലിമീങ്ങൾ എന്താണ് ഇന്ത്യക്ക് സംഭാവന നൽകിയത്. ഈ ഇസ്ലാമിക്ക് ലോകത്തിന് സംഭാവന നൽകി. ആദ്യമായി ഇന്ത്യ മഹാരാജ്യത്തിലേക്ക്, ഈ ലോകത്തിന്റെ ഭൂപടത്തിന്റെ വിസ്തൃതിയിലേക്ക് വരുന്നത് കസാഖിസ്ഥാനിൽ നിന്നും തുർക്കിമാനിസ്ഥാനിൽ നിന്നും പഠനം എന്ന ലക്ഷ്യത്തിലാക്കി മുന്നോട്ട് വരികയും ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ഒരു 19 വയസ്സുകാരനായ ഒരു യുവാവുണ്ട്. ആ യുവാവ് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് മടങ്ങുമ്പോ ഹൈന്ദവരായി ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ പല എഴുത്തുകാരും പലരുമായിരുന്ന ഭരണാധികാരികളും അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മടങ്ങുമ്പോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോ ഈ നാടിനെ നിങ്ങൾ കോർത്തുവെച്ച സാമ്പത്തിക വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥയിൽ തുടർന്നു പോകണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പ് ഈ നാട്ടിൽ തന്നെ നിങ്ങൾ ശേഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ശേഷിക്കേണ്ടതുണ്ട്. ഇതിന്റെ സമ്പൽ സമൃദ്ധി ഇനിയും നിങ്ങൾ വളർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാതിരിക്കാൻ ഈ നാട്ടിലെ എല്ലാ സൗകര്യവും നിങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഹൈന്ദവതയിൽ അടിയുറച്ച് വിശ്വസിച്ച ഹൈന്ദവരായിരുന്ന പ്രിയപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും നല്ല ഭരണകർത്താക്കൾക്ക് മുന്നിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. മടങ്ങുമ്പോ ഇന്ത്യയിൽ നിന്ന് മടങ്ങുമ്പോൾ നിങ്ങൾ മടങ്ങരുത് എന്ന് ആവശ്യപ്പെട്ടത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ചേർത്തു പിടിച്ചവർ, എല്ലാ നന്മയിലും സമീപകാലത്തും എത്ര പാവങ്ങളെ സഹായിച്ചവർ, സ്വന്തമായി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നിട്ടും ധാരാളം സ്ഥലങ്ങളിൽ സഹായിച്ചതിന്റെ കണക്ക് നോക്കിയാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്ലാമിക സമൂഹമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ജിയോളജിക്കൽ സർവേയുടെ വകുപ്പിന്റെ കണക്കുകളും ഇന്ന് ആഭ്യന്തരത്തിന്റെ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക സർവേയുടെ കണക്കുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയേറെ സഹായിക്കുകയും ഇന്ത്യയെ ചേർത്തു പിടിക്കുകയും അവസരങ്ങൾ ഇല്ല എന്നതിനർത്ഥമില്ല. അവസരങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനേക്കാൾ എത്രയോ വലുതായി നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ കഷ്ടപ്പെട്ടത്, നമ്മുടെ മുൻഗാമികളായ പ്രയാസം അനുഭവിക്കുന്ന പ്രയാസത്തിനുള്ള സന്ദർഭത്തിലും അവരെ സഹായിച്ച സഹായങ്ങൾ എത്രയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ GDP-യും മുഗളന്മാർ ഭരിച്ചപ്പോഴുള്ള ഇന്ത്യയുടെ GDP-യും വെച്ച് നോക്കുമ്പോൾ 2.5% താഴേക്ക് ഇന്ത്യയുടെ GDP-യെ കൊണ്ടുപോവുകയും കൂപ്പുകുത്തിയ സാമ്പത്തിക വ്യവസ്ഥയിൽ ഏറ്റവും മോശമായി ഒരു രാജ്യം എഴുന്നേറ്റ് നിൽക്കുകയും കോട്ടും സൂട്ടും മാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ എന്തോ ആണ് എന്ന് വരുത്തി തീർക്കുന്ന മീഡിയകളെ 24 മണിക്കൂറും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു രാജ്യത്താണ്
മുടങ്ങാതെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയായി തഹജ്ജുദിനെ കൊണ്ട് നടന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് ജനങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല അവസ്ഥാന്തരങ്ങളാണ് നാം പഠിക്കേണ്ടത്. എല്ലാ മേഖലകളിലും സമുന്നത വിദ്യാഭ്യാസത്തെ മുൻനിർത്തി അവരുണ്ടാക്കിയ യൂണിവേഴ്സിറ്റികൾ എത്രയാണ്. തക്ഷശിലയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും എടുപ്പുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തക്ഷശിലയുടെ പിന്നിൽ മുസ്ലിമീങ്ങൾ എത്രത്തോളം അതിന്റെ യൂണിവേഴ്സിറ്റി ഉയർത്തുന്നതിൽ പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം എടുക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ലോകത്തിലോട്ട് സംഭാവന ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ത്യ മഹാരാജ്യത്തിൽ മുസ്ലിമീങ്ങൾ നൽകിയ പങ്കിനെ മനസ്സിലാക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ കുഞ്ഞാലിമരക്കാരെ പോലെ ടിപ്പു സുൽത്താൻ ഷഹീദ് അലി റഹ്മയെ പോലെ നെഞ്ചു തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മിസ്റ്റർ ജോർജ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞ് ഫത്വ എഴുതിയ സയ്യിദുനാ സൈനുദ്ദീൻ മഖ്ദൂം അലൈഹി റഹ്മയെ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ എത്ര മഹത്തുക്കളുടെ പാരമ്പര്യത്തിന്റെ, എത്ര മഹത്തുക്കളുടെ ഈമാനിക ആവേശത്തിന്റെ പുറത്താണ് ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. ഇസ്ലാം എന്തു നൽകി, ലോകത്തിന് ഇസ്ലാം എന്തു നൽകി, എന്നും ചേർത്ത് പിടിച്ച പാരമ്പര്യവും എന്നും പ്രയാസം അനുഭവിക്കുന്നവന്റെയോട് ചേർത്ത് നിന്നുള്ള പാരമ്പര്യവുമാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ ദിശാബോധമായി, ദിശാസൂചികയായി വിശുദ്ധമായ ശരീഅത്ത് നമ്മളെ പഠിപ്പിച്ചത്. പ്രയാസപ്പെടുമ്പോൾ അവർ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്. സയ്യിദ്നാ ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തിന് മുന്നിൽ ഏറ്റവും നല്ല ഒരു പരിചയ കാഴ്ചവെക്കുകയും ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച് നടത്തുകയും ചെയ്തവരാണ്. ആ നാട്ടിലുള്ള മുഴുവൻ സമുദായത്തോടും മഹാനവങ്ങൾ പുലർത്തിയ നീതി ഒരേപോലെയായിരുന്നു എന്ന് കാണാം. സയ്യിദ്നാ അലി റളിയല്ലാഹു തആല പല പ്രാവശ്യം പ്രശംസിച്ചുകൊണ്ട് തന്നെ കത്തുകൾ എഴുതിയതായി ചരിത്രത്തിന്റെ താരീഖിൽ നമുക്ക് വായിക്കാം. മഹാനായ ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അവിടെ ഭരിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്നത് കൂടുതലും മുസ്ലിമീങ്ങളായിരുന്നില്ല, ഇതര മതവിശ്വാസികളായിരുന്നു. അവരോട് മഹാനവர்கள் പെരുമാറുകയും അവരുടെ അവകാശങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് വകവെച്ചു നൽകുകയും അവരിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ആരാധനാലയങ്ങളുടെ സുരക്ഷയും ഏറ്റവും പ്രധാനമായി പരിഗണിച്ചിരുന്നു എന്ന് താരീഖിന്റെ ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ഇസ്ലാം ഏറ്റവും നല്ല സുന്ദരമായി വളർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും ഇസ്ലാമിലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പാവങ്ങളെ ആദരിപ്പിക്കലാണ് ഏറ്റവും നല്ല അമൽ എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നമസ്കാരം എന്ന ഏറ്റവും വലിയ കർമ്മം പോലെ തന്നെ നിർബന്ധമാണ് സക്കാത്ത് എന്ന് പഠിപ്പിച്ചു. നമ്മൾ നോക്കി ഈ അടുത്ത സമീപ സമയത്ത് പെരുന്നാളിന്റെ സന്ദർഭങ്ങളിൽ നമ്മളിൽ നിന്ന് എത്ര അരിയാണ് ബാക്കിയെല്ലാം മാറ്റിവെച്ച് ലോകത്തെ വിവിധ രംഗങ്ങളിലേക്ക് അത് കയറ്റി അയക്കപ്പെട്ടത്, എത്ര നാടുകളിലേക്കാണ്. ഓരോരുത്തരും സംഭാവന ചെയ്യുന്ന തന്റെ നിർബന്ധ ബാധ്യതയായി, നോട്ടിന്റെ സ്വീകാര്യതയായി അരിയായോ പണമായോ കൊടുക്കുന്നത് എത്ര ലക്ഷം രൂപയാണ്. വിവിധങ്ങളായ പാവങ്ങളായ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് എത്ര മനുഷ്യരാണ് അതുകൊണ്ട് വിഷപ്പടക്കുന്നത്, എത്ര മനുഷ്യരുടെ വീടുകളിലാണ് അതുകൊണ്ട് തീപുകയുന്നത്. പരിശുദ്ധമായ ഉദ്ഹിയത്ത്, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഉദ്ഹിയത്തിനെ കുറിച്ച്, നിങ്ങളിൽ നിന്നുള്ള രക്തമോ മാംസമോ മറ്റയോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല, നിങ്ങളിൽ നിന്നുള്ള ഹൃദയത്തിന്റെ തഖ്വയാണ് റബ്ബിലേക്ക് എത്തുന്നത്. രണ്ടാമതായി അതിന്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കിയാലോ. ഏറ്റവും കൂടുതൽ നമുക്ക് രക്ഷപ്പെടേണ്ടത് സിറാത്താണ്. നാളെ ഖബറിന് ശേഷമുള്ളത് നമ്മൾ വരേണ്ടത് സിറാത്താണ്. നരകത്തിന് മേൽ നാട്ടപ്പെട്ട പാലമാണ്. ആ പാലം കടക്കണമെങ്കിൽ അത് സിറാത്ത് എന്ന പാലം നമുക്ക് കടന്ന് റബ്ബിലേക്ക് എത്തേണ്ടതുണ്ട്, സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ സ്വർഗത്തിലേക്ക് എത്താൻ എല്ലാ ഓരോ വിശ്വാസികളും നടക്കേണ്ട പാലം സിറാത്താണ്. ഈ സിറാത്ത് ലഭിക്കണമെങ്കിൽ, അത് ശുഭ്വായി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് സിറാത്ത് കടക്കാൻ ഏറ്റവും നല്ല അമൽ അത് പരിശുദ്ധമായ അമലായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, ഹദീസ് പരിചയപ്പെടുത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത് അത് പരിശുദ്ധമായ ഉദ്ഹിയത്തിന്റെ കർമ്മമാണ്. എന്തുകൊണ്ടാണ് ഉദ്ഹിയത്തിന്റെ കർമ്മത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇത്ര വലിയൊരു അമലായി ഉദ്ഹിയത്തിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്? ഒരുപാട് മനുഷ്യരുടെ വിഷപ്പടക്കുന്നത്
എന്നതിന്റെ പേരിലാണെന്നാണ് പല മുഹദ്ദിസീങ്ങളും അതിന്റെ വിശദീകരണം എഴുതിയത് നമുക്ക് കാണുന്നത്. ഒരുപാട് മനുഷ്യരുടെ പ്രയാസമുള്ള അവന് ആഗ്രഹമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നായ മാംസത്തെ വിതരണം ചെയ്യുകയും അത് അത്രയും മനുഷ്യരുടെ വിശപ്പിന് ശമനം ലഭിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും ഉയർന്ന അമലായി ഉളഹിയത്തിന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. പാവങ്ങളായ സ്വാധീനങ്ങളായ അത് വാങ്ങാൻ സാമ്പത്തികമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടുകളിലേക്ക് അത് ചെല്ലുമ്പോൾ അവൻ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ ഇത് തിന്നവരെ നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യരുടെ വയറ് നിറയുന്നത് ഏറ്റവും അഫ്ളലായ അമലായി കണ്ടു ദീനുൽ ഇസ്ലാം. മൊത്തത്തിൽ എടുത്തു നോക്കൂ, എല്ലാ മനുഷ്യർക്കും നിർബന്ധ ബാധ്യതയായി സകാത്തിനെ ഇസ്ലാം മുന്നോട്ട് വെച്ചു. ഏറ്റവും നല്ല സാമ്പത്തിക സ്ട്രക്ചറായ ഒരു ഫോമാണ് സകാത്ത്. എല്ലാ മനുഷ്യരും അവന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതിന്റെ 2.5% നിർബന്ധിത ബാധ്യതയായി ഇസ്ലാം നൽകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ആ സാമ്പത്തികം തന്റെ മാത്രം അവകാശമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ പ്രയാസപ്പെടുന്ന ഒരു മുസൽമാൻ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ. പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഏറ്റവും സാലിഹായ അമലായിട്ടാണ് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയത്. പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ അവർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കൽ ഏറ്റവും ഉന്നതമായ അമലാണ്. കാലങ്ങളുടെ ആലുബൈത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അവസാന കുടുംബക്കാരനാണ് സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇമാം സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ഹറമിലേക്ക് വരുമ്പോൾ അൽ ഹില്ലു വൽ ഹറമു ഹറമുൽ ഹില്ലു മറിയുന്നവർ വഫാത്താകുന്ന സന്ദർഭത്തിൽ മയ്യിത്ത് ദഫൻ ചെയ്യുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ അവരുടെ തിരുശരീരത്തിൽ ഉണ്ടായിരുന്ന പാടുകൾ, പുറത്തു കിടന്ന കട്ടിയായ ചോര ധരിച്ച പാടുകൾ കാണുന്നുണ്ട്. മഹാന്മാരായ അവരെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആരിഫീങ്ങളായ മഹത്തുക്കൾ അന്വേഷിച്ചപ്പോ അന്നത്തെ വൈകുന്നേരം ദഫൻ ചെയ്തിട്ട് വൈകുന്നേരം ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ദുആകളിലേക്ക് പങ്കെടുക്കുന്നതിന് വീട്ടിലേക്ക് മടങ്ങുമ്പോ സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുടെ ആ മണ്ണിന്റെ മണം മാറുന്നതിന് മുമ്പ് വീട്ടിലേക്ക് കടന്നു വന്ന കുറെ പാവങ്ങളായ മനുഷ്യർ അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ അടിയാധാരം അന്വേഷിച്ചു. ഞങ്ങൾക്ക് എവിടെ നിന്നാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ വീടിന്റെ വാതിലിലേക്ക് ഭക്ഷ്യധാന്യം എത്തിക്കൊണ്ടിരുന്നു. ഇത്രയും ദിവസവും മുടങ്ങാതെ ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം എത്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഈ വീട്ടിലെ മഹാനവറുകൾ മരിച്ചു പിരിയുന്നതുവരെയും ഒരാളും അതറിയരുത് എന്ന് ശക്തമായ വാശിയുണ്ടായിരുന്നു സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. സ്വന്തമായി ശരീരത്തിൽ ശക്തമായ പാടുകൾ വീഴുമ്പോഴും പ്രയാസം അനുഭവിക്കുന്നവരുടെ വീടുകൾക്ക് മുമ്പിൽ നിരന്തരമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തുന്നതിൽ ബദ്ധശ്രദ്ധരായിരുന്നു സൈനുദ്ദീൻ അലൈഹി റഹ്മ എന്ന് വായിക്കുമ്പോഴാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ സൂചിപ്പിച്ച ത്യാഗം എത്രയായിരുന്നു എന്നുള്ളത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, രഹസ്യമായി സഹായിക്കുന്ന സ്വഭാവം അത് അവരിൽ മാത്രമല്ല. ഇങ്ങോട്ട് സൈനുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം സുഫിയാൻ സൗരി തങ്ങളെ വായിക്കുന്നത് കാണാം, ഇമാം സബഖ്ശരി വായിക്കുമ്പോൾ അത് കാണാം, ഇമാം റബ്ലി തങ്ങളെ വായിക്കുമ്പോൾ അത് കാണാം, ഇമാം റാസി തങ്ങളെ അത് കാണാം. ഇങ്ങോട്ടുള്ള മുഴുവൻ മഹത്തുക്കളിലും ആരിഫീകളിലും സിദ്ദീഖീങ്ങളിലും റബ്ബിനെ അനുസരിച്ച ശുഹദാക്കളിലും അത് കാണാം. അവരെല്ലാവരും മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ആ മനുഷ്യരുടെ പ്രയാസങ്ങൾ അവരുടെ പ്രയാസമായി കാണുകയും അതിന് കഴിയുന്നതിന്റെ അത്രയും വലിയ സ്വാലിഹായ അമലായി ജനതയെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തിലുള്ള നീളം ആ മഹത്തുക്കൾ അത് ചെയ്തു എന്ന് നമുക്ക് കാണാം. അല്ലാഹു തആലയുടെ വജിബ് മാത്രം, അവന്റെ തൃപ്തി മാത്രം, അവന്റെ പൊരുത്തം മാത്രമാണ് മുൻഗാമികളായ മഹത്തുക്കളൊക്കെയും അതിനുവേണ്ടി അവർ മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി അവർ ഏറ്റവും ആഗ്രഹമായി അവരുടെ താല്പര്യമായി അവർ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള മുൻഗാമികളാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കൾ. അവിടെയാണ് ഉമഹ്യത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ പ്രതിസന്ധികളെ മനസ്സിലാക്കുകയും അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവർക്ക് സാന്ത്വനം നൽകാൻ എന്ന് പറയുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഫضل എവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടെത്തുക. അത് ആലിമീങ്ങളാണെങ്കിലും റബ്ബിനെ അറിയുന്ന ആലിമീങ്ങളാണെങ്കിലും ദീനീ സേവനം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് തരത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്നവരാണെങ്കിലും അവരെ കണ്ടെത്തൽ ഇബാദത്താണ്, അവരെ സഹായിക്കൽ ഏറ്റവും സമുന്നതമായ ഇബാദത്താണ്. സകാത്ത് കൊടുക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമസ്സദഖാത്തു
പ്രയാസം അനുഭവിക്കുന്നവർക്ക്, പ്രതിസന്ധികളിലുള്ളവർക്ക് അവരെ കണ്ടെത്തി നിങ്ങളുടെ നിർബന്ധിത ദാനം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് സക്കാത്ത് പൂർത്തിയാകുന്നത്. ഫുഖറാ, മസാകിൻ, പ്രയാസം അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി സുസ്ഥിരതയില്ലാത്തവർ, വൽആമിലീന അലൈഹാ വൽമുഅല്ലഫത്ത് ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് വന്നവർ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, അവർക്ക് താങ്ങാവുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാവിധ പ്രമേയമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കുക, ആ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുക, ആ മനുഷ്യരെ റബ്ബിലേക്ക് ക്ഷണിക്കുക, നമസ്കാരം നിലനിർത്തുന്നവരാവുക, റബ്ബിനെ സൂക്ഷിക്കുന്നവരാവുക, അവനിലേക്ക് മടങ്ങുന്നവരാവുക, അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാവുക എന്നുള്ളത് നമ്മുടെ നിർബന്ധിത ബാധ്യതയായി നമ്മൾ കാണണം. കാരണം റബ്ബുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ പ്രധാനമാണ് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള നല്ല സൗഭാഗ്യം നമുക്കൊക്കെ നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.